അജ്ഞാനം നിമിത്തം ദേഹാഭിമാനം കൈക്കൊണ്ട ജീവൻ സുഖലാഭത്തിനു വേണ്ടി പ്രപഞ്ച വിഷയങ്ങളെ ശരണം പ്രാപിക്കുകയാകുന്നു. ഇതത്രേ ജീവൻ ഈശ്വരനിൽ നിന്നും അകന്നു പോകുവാനുള്ള കാരണം. ഇപ്രകാരമുള്ള അകൽച്ചയാണ് ജീവന് വന്നു ചേർന്ന സംസാരബന്ധവും. ഈ ബന്ധത്തിൽ നിന്ന് ജീവനെ യോഗമാർഗത്തിൽ കൂടി മോചിപ്പിച്ച് ഈശ്വരനോട് ഐക്യപ്പെടുത്തുന്നതിനുള്ള പ്രണവധ്യാനത്തിന് യൗകികമായ പ്രണവോപാസന എന്ന് പറയുന്നു. യോഗ സമ്പ്രദായമനുസരിച്ചുള്ള പ്രണവോപാസന വിവരിക്കുന്നതിന് മുമ്പ് യോഗത്തെക്കുറിച്ചുകൂടി കുറച്ച് പ്രതിപാദിക്കുന്നത് യുക്തമായിരിക്കുമല്ലോ. യോഗ ശബ്ദത്തിന് പല അർത്ഥങ്ങളും ഉണ്ട്. എന്നാൽ സമാധി എന്നാണ് ഇവിടെ യോഗ ശബ്ദത്തിന് അർത്ഥം വിവക്ഷിച്ചിരിക്കുന്നത്. സമാധി എന്ന് അർത്ഥമുള്ള യുജ് എന്ന ധാതുവിൽ നിന്നുണ്ടായ രൂപമാണ് യോഗം. ചിത്തത്തിൻ്റെ വൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗം എന്ന് പതഞ്ജലി മഹർഷി പറയുന്നു. സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രധാന ഘടകമാണ് ചിത്തം. പഞ്ചീകരിക്കപ്പെടാത്ത പഞ്ചഭൂതങ്ങളുടെ സാത്വികമായ സമഷ്ടിഭാഗം ചേർന്നുണ്ടായ ഒരു തത്വമാണ് ചിത്തമെന്ന് വേദാന്ത ശാസ്ത്രത്തിൽ വിവരിക്കുന്നു. അന്ധഃകരണം എന്നാണ് ചിത്തത്തിൻ്റെ സാമാന്യ നാമം. ജീവന് ബാഹ്യവിഷയങ്ങളെ ഗ്രഹിക്കുവാൻ രണ്ട് വിധത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. അവയാണ് ഇന്ദ്രിയങ്ങളും അന്ധഃകരണവും. പുറമേ നിന്ന് ഇന്ദ്രിയങ്ങൾ പ്രകാശിപ്പിക്കുന്ന ബാഹ്യവിഷയങ്ങളുടെ ഛായകൾ പ്രകാശിപ്പിക്കുന്ന ബാഹ്യവിഷയങ്ങളുടെ ഛായകളെ അന്ധഃകരണം ഗ്രഹിച്ച് ആത്മാവിന് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് പുറത്തുള്ള കാരണങ്ങളെന്നും ചിത്തത്തിന് അകത്തുള്ള കാരണമെന്നും പേരുകൾ വന്നു ചേർന്നു. ഈ അന്ധഃകരണം പഞ്ചഭൂത തന്മാത്രകളുടെ സമഷ്ടിഭാഗവും ഇന്ദ്രിയങ്ങൾ ആ തന്മാത്രകളുടെ വ്യഷ്ടിഭാഗവും ചേർന്നാണുണ്ടായത് എന്ന് ശാസ്ത്രങ്ങളിൽ വിവരിക്കുന്നു. അന്ധഃകരണത്തിൽ ജ്ഞാനം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന 5 ഘടകങ്ങൾ ഉണ്ട്. അന്ധഃകരണം ആകാശം പോലെ എല്ലാ പദാർത്ഥങ്ങളെയും ഉള്ളിൽ ധരിക്കുവാൻ ഇടം കൊടുക്കുന്നുണ്ടല്ലോ. ആ ഇടം കൊടുക്കുന്നതിന് സാധകമായ ഘടകം സാമാന്യ ജ്ഞാനമാണ്. അത് ആകാശാംശമാകുന്നു. വായു എന്ന പോലെ സങ്കല്പ വികല്പ രൂപത്തിൽ ചലിക്കുന്ന അന്ധഃകരണവൃത്തി മനസ്സാണ്. അത് വായുവിൻ്റെ അംശമാകുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.